ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സേമിയ പായസമാണ്. സ്റ്റൗവിലൊരു പാൻ വെക്കാം. പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി വന്നാൽ ഇതിലേക്ക് 2 കപ്പ് സേമിയനാണ് എടുത്തിട്ടുള്ളത്. അത് ഒന്ന് വറുത്തെടുക്കാം. വറുക്കാത്ത സേമിയനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. സേമിയനൊക്കെ നല്ല രീതിയിൽ തന്നെ വറവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് സാബുനരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 300 ഗ്രാം സാബുനരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഈ സേമിയനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സേമിയനും സാബുനരിയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ സേമിയനും സാബുനരിയും പാടെ ഇതിൽ കുക്കായി ഇങ്ങോട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ വേറെ പാത്രത്തിലേക്ക് നമ്മുടെ മിക്സ് ഇത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. സേമിയനും സാബുനരിയും കൂടി മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സാബുനരിയും സേമിയനൊക്കെ നല്ല രീതിയിൽ കുക്കായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ 1 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയാണ് നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചുള്ള എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 7 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറക്കി എടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് ഒരു മധുരമാണ് കേട്ടോ. 7 ടേബിൾ സ്പൂണും കണ്ടൻസ് മിൽക്കും കൂടെ ചെന്നപ്പോൾ നല്ല കറക്റ്റ് മധുരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് വറുത്ത് പൊരിയെടുക്കാം. അപ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള നെയ്യ് ഒരു ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് നമുക്കൊന്ന് വറുത്ത് പൊരിയെടുക്കാം. നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കാനും കൂടി മറക്കരുത്. നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.